നമസ്കാരം, ഗ്യാൽഗഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിൽക്കുന്നത് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. ഇന്ന് വെള്ളനാട്ടമ്മയ്ക്ക് പൊങ്കാലയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി. മാത്രമല്ല ഇന്ന് പറണേറ്റ് നടക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് പറണേറ്റ്, നാളെ രാവിലെ നിലത്തിൽ പോര്, അത് കഴിഞ്ഞ് തൂക്കം, വണ്ടിയോട്ടം, താലപ്പൊലി ഘോഷയാത്ര, അങ്ങനെ വിവിധങ്ങളും വൈവിധ്യങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ, പരിപാടികളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇന്നത്തെ പൊങ്കാലയാണ് ആദ്യം വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബാക്കി പറണേറ്റ്, നിലത്തിൽ പോര്, അങ്ങനെയുള്ള ആ പരിപാടികളെല്ലാം ഈ ചാനൽ വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് എന്ന മലയോര മേഖലയിലെ ഒരു പരമപവിത്രമായ ദൈവിക സന്നിധിയാണ് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമായ ദേവീ ചൈതന്യം വിളയാടുന്ന വെള്ളനാട്ടമ്മയുടെ മുന്നിൽ പരിഹരിക്കപ്പെടാത്തതായി ഒന്നുമില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. സർവസംഹാരമൂർത്തിയായ ഭദ്രകാളി ദേവി എല്ലാ രൗദ്രഭാവങ്ങളും ആവാഹിച്ച് ദർശനം നൽകുന്ന ഈ സന്നിധിയിൽ ദേവതൃപ്തിക്കായി നടത്തുന്ന പൂജകൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇവിടെ ഏറ്റവും ചിലവേറിയതും പ്രാധാന്യമേറിയതുമായ ഉദയാസ്തമന പൂജ പ്രധാനമാണ്. നിത്യപൂജയ്ക്ക് പുറമെ 18 പൂജകളും ശ്രീഭൂത ബലിയും നടക്കുന്ന തെക്കൻ കേരളത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം. ദേവീ ചൈതന്യം ക്ഷേത്ര പരിസരത്തും നിറഞ്ഞു നിൽക്കുന്നതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. അതിലൊന്നാണ് നിത്യവും പൂക്കുന്ന ക്ഷേത്രാങ്കണത്തിലെ കൊന്നമരം. വള്ളുവനാട്ടിൽ നിന്ന് കൂട്ടമായി വന്നു താമസിച്ച ജനസമൂഹത്തിൻ്റെ ആവാസസ്ഥലം എന്ന രീതിയിലാണ് ഈ ദേശത്തിന് വെള്ളനാട് എന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പീഠവും വാളും ചിലമ്പും വെച്ച് പൂജ കഴിച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരനായ കാരണവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തിരുവല്ലം ഭാഗത്ത് ഉണ്ടായിരുന്ന മൂലസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ദാരുവിഗ്രഹമാണ് ഇന്ന് ഇവിടെയുള്ളത്. അന്ന് ചൊവ്വയും വെള്ളിയും മാത്രം തുറക്കുന്ന ഒരു മുടിപ്പുരയായിരുന്നു ഇവിടം. ക്രമേണ മാറ്റങ്ങൾ ദ്രുതഗതിയിൽ വരികയായിരുന്നു. വടക്കു ദർശനമായി തങ്കത്തിൽ പൊതിഞ്ഞ ദാരുവിഗ്രഹത്തിൽ വേതാള കണ്ഠസ്ഥിതയായ ശ്രീ ഭദ്രകാളി അമരുന്നു. ഇത്തരത്തിലെ വിഗ്രഹ പ്രതിഷ്ഠകൾ കേരളത്തിൽ അനവധിയുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവി ആയുധങ്ങൾ പിടിച്ചിരിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. വലതു പിന്നിൽ ത്രിശൂലവും ഇടതു പിന്നിൽ പരിചയും വലതു മുന്നിൽ പാനപാത്രവും ഇടതു മുന്നിൽ ഖർഗവും ധരിച്ചിരിക്കുന്നു. സാധാരണ ദേവീ വിഗ്രഹങ്ങളിൽ ഇങ്ങനെ കാണാറില്ല. നിരന്തരം ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെക്കാൾ അധിക ശക്തി തപോബലത്താൽ കൈവരിച്ച ദാരികനെ നിഗ്രഹിക്കാൻ ഭഗവാൻ പരമേശ്വര ജടയിൽ നിന്ന് ഉത്ഭവിച്ച അതിരൗദ്രയായ ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത്. ആ യുദ്ധസ്മരണയ്ക്കായി ഇവിടെ ഒന്നിടവിട്ട വർഷങ്ങളിൽ പറണേറ്റും നിലത്തിൽ പോരും നടക്കുന്നു. ഈ വർഷം ഇന്ന് രാത്രി പറണേറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
സദാ രൗദ്രഭാവം പുലർത്തുന്ന ദേവി ആയതിനാൽ ഉപാസകനും ശാന്തിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രതയോടെ പൂജ ചെയ്യേണ്ട സന്ദർഭമാണ് ഇവിടെ സംജാതമാകുന്നത്. ഇവിടെ ശത്രുസംഹാരം ഉൾപ്പെടെയുള്ള പൂജകൾ പെട്ടെന്ന് ഫലം തരുന്നതിന് കാരണം ദേവിയുടെ ഈ രൗദ്രഭാവമെന്നാണ് സങ്കല്പം. അതേസമയം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കും പരമഭക്തരായ ദേവീദാസന്മാർക്കും മാതൃവാത്സല്യവും വെള്ളനാട്ടമ്മ ചൊരിയുന്നു. നാടിൻ്റെ സർവോന്മുഖമായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിക്കുന്നത് 15 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ആത്മസമർപ്പണമായി വെള്ളനാട്ടമ്മയുടെ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. പൊങ്കാല ആരംഭിക്കുകയാണ്. ത്യാഗമാണ് പൊങ്കാല. ഇഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി വെള്ളനാട്ടമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഗുരുതി പുഷ്പാഞ്ജലി വളരെ പ്രസിദ്ധമാണ്. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടക്കുന്നത്. കൊടിയ ബാധദോഷങ്ങളെയും മഹാവ്യാധികളെയും അകറ്റാനുള്ള വിശേഷാൽ വഴിപാടാണ് ഇത്. മനസ്സിൽ ആഗ്രഹിച്ച എന്തു കാര്യവും
ഭദ്രകാളി ദേവിയുടെ മുന്നിൽ അവതരിപ്പിച്ച് കാര്യസാധ്യം നേടാനുള്ള അവസരമാണിത്. ദേവിയുടെ ഇഷ്ടസൂക്തങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി കൂടിയാണിത്. ശരീര മനഃശുദ്ധികൾ പാലിച്ച് അനുഷ്ഠിക്കേണ്ട ഈ വഴിപാടിൽ ദേവിക്ക് നിറമാലയും നെയ്വിളക്കും സമർപ്പിക്കുന്നത് വിശേഷമാണ്. എല്ലാ മലയാള മാസവും ഗണപതി ഭഗവാന് 12 ഉടയ്ക്കൽ എന്ന വിശേഷാൽ ചടങ്ങും പ്രസിദ്ധമാണ്. പുണർദം നാളിൽ രാവിലെ 8 മണിക്കാണ് ഗണപതി ഭഗവാന് മുന്നിൽ വിശേഷാൽ പൂജയും 12 ഉടയ്ക്കൽ വഴിപാടും നടക്കുന്നത്. 12 രാശി പ്രകാരമുള്ള ദോഷങ്ങൾ മാറുന്നതിന് ഭഗവാന് 12 നാളികേരം ഉടച്ച് പ്രത്യേകം വഴിപാടായി നടത്തുന്ന ഈ ചടങ്ങ് ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുക. വിഘ്നങ്ങൾ അകറ്റാൻ വളരെയധികം ഫലപ്രദമാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പൂജയ്ക്കെടുക്കുന്ന പൂക്കളെക്കുറിച്ചുള്ളതാണ്. അരളി, ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള അധമ പുഷ്പഗണത്തിൽ വരുന്ന പൂക്കൾ കൊണ്ട് ഇവിടെ പൂജ നടത്താറില്ല. നിവേദ്യവും മറ്റും ദേവിക്ക് കൊടുക്കുമ്പോൾ വിഷാംശമുള്ള ഇത്തരം പുഷ്പങ്ങൾ ദേവിയെ അസ്വസ്ഥയാക്കും എന്ന സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഈ നിഷ്ഠ. തുളസി, തെച്ചി മുതലായവയാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്ന് കരുതുന്ന പുഷ്പങ്ങൾ. ഇവ കൊണ്ടാണ് നിത്യപൂജ നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായി ദേവി വാണരുളുമ്പോൾ വിനായകൻ മാത്രമാണ് ചുറ്റമ്പലത്തിനകത്തുള്ള മറ്റൊരു പ്രതിഷ്ഠ. അവിടെയും കൃത്യതയും ശുദ്ധതയും പുലർത്തി തന്നെയാണ് പൂജകളും പരിപാലനവും നടക്കുന്നത്. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദേവീ സങ്കല്പത്തിൽ ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന പൂജകളിലൊന്നാണ് ശത്രു സംഹാര പൂജ. ശത്രു മനുഷ്യനായി മാത്രം കരുതേണ്ടതില്ല. ഇവിടെ രോഗം, മറ്റു തടസ്സങ്ങൾ എന്നിവയെല്ലാം ശത്രുവായി സങ്കല്പിച്ച് അമ്മയുടെ മുന്നിൽ പരാതിയായി അവതരിപ്പിക്കാം. ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. ഇതിനു പുറമെ ഒട്ടനവധി പ്രത്യേക പൂജകളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. പ്രസിദ്ധമായ ആറ്റുവാശ്ശേരി നീലമനയ്ക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആഗ്രഹപ്രാപ്തിക്കായി നിങ്ങൾ എത്തുമ്പോൾ ആ കാര്യത്തിൻ്റെ സാഫല്യത്തിന് ഏതളവ് വരെ സാധ്യതയുണ്ടെന്ന് കൃത്യമായി പ്രവചിക്കുന്നു എന്നതാണ് വെള്ളനാട് ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. സാമാന്യ ലക്ഷണങ്ങൾ വെച്ചും മറ്റു ചില കണക്കുകൂട്ടലുകളും നിമിത്തങ്ങളും അടിസ്ഥാനപ്പെടുത്തി ആ വിഷയത്തിലെ ദേവീഹിതം മേൽശാന്തി നിങ്ങളെ അറിയിക്കും. അപ്രകാരം പ്രവർത്തിച്ച് കാര്യസാധ്യം നേടിയവർ അനവധിയാണ്. ഈ ദിവ്യശക്തി
വെള്ളനാട്ടമ്മയുടെ സ്ഥിരം ഉപാസന കൊണ്ട് മേൽശാന്തി നേടിയെടുത്തതാണ്.
തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തിരുവനന്തപുരം നെടുമങ്ങാട് റൂട്ടിൽ അഴീക്കോട് അരുവിക്കര വഴിയും പേയാട് വിളപ്പിൽശാല വഴിയും നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നും കാട്ടാക്കട പൂവച്ചൽ വഴിയും ആറ്റിങ്ങൽ കൊട്ടാരക്കര ഭാഗത്തു നിന്നും വെഞ്ഞാറമൂട് നെടുമങ്ങാട് വഴിയും വട്ടപ്പാറ നെടുമങ്ങാട് വഴിയും ചെങ്കോട്ട ഭാഗത്തു നിന്നും തെന്മല കുളത്തൂപ്പുഴ പാലോട് വഴിയും കന്യാകുമാരി ഭാഗത്തു നിന്നും വെള്ളറട കള്ളിക്കാട് ആര്യനാട് വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നെല്ലിക്കണ്ട വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും വടക്കേനടയിലെ